റോഡ് ഷോ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കലൂർ സ്റ്റേഡിയത്തിലേക്ക് എപ്പോഴേക്ക് എത്തും? പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നതാണ് കലൂർ സ്റ്റേഡിയത്തിന്റെ കവാടത്തിൽ പ്രധാനമന്ത്രി എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് ഷോ ആരംഭിക്കുകയാണ്. ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം പ്രധാനമന്ത്രി ഇന്ന് കലൂർ സ്റ്റേഡിയത്തിന് സമീപം NDA തെരഞ്ഞെടുപ്പ് പ്രചാരണ കൺവെൻഷനിൽ പങ്കെടുക്കും. 3:20 അദ്ദേഹം തിരികെ നാവികാസ്ഥാനത്ത് നിന്ന് നെടുമ്പാശ്ശേരിയിലേക്ക് പോകുമെന്നാണ് അറിയുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ധീവരസഭ സുവർണ ജൂബിലി പരിപാടികൾ തന്നെ താമസിച്ചാണ് സമയക്രമം പൂർത്തിയാക്കിയത്. അതുകൊണ്ട് തന്നെ മറ്റു പരിപാടികളുടെ ഉദ്ഘാടനവും അവിടെയുള്ള പ്രസംഗവും ഒരുപക്ഷെ നീണ്ടുപോയേക്കാം. പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ ഷെഡ്യൂൾ കൊച്ചിയിലേക്ക് പ്രധാനമന്ത്രി എത്തുമ്പോൾ NDAയുടെ പ്രചാരണ പരിപാടി, കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനം, അതിനൊപ്പം ധീവരസഭയുടെ സുവർണ ജൂബിലി പരിപാടി, ഇത്തരം കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. കൊച്ചിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ മലയാളികളെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം എക്സിൽ പോസ്റ്റ് പങ്കുവച്ചിരുന്നു. മാർച്ച് 11 ഉച്ചയ്ക്ക് 2:15 എറണാകുളത്ത് നടക്കുന്ന NDA റാലിയെ അഭിസംബോധന ചെയ്യും. LDFന്റെയും UDFന്റെയും കൊള്ളയ്ക്കും ദുർഭരണത്തിനുമെതിരായി NDAയുടെ സദ്ഭരണ അജണ്ട കരുത്തോടെ നിലകൊള്ളുന്നു. വികസനത്തിലൂന്നിയ രാഷ്ട്രീയത്തിൽ NDA ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും കേരളത്തിലെ യുവജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റുകയും ചെയ്യും എന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ പങ്കുവച്ച പോസ്റ്റ്. അതിനുശേഷമാണ് അദ്ദേഹം ഇവിടേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ കേരളത്തെ അദ്ദേഹം സമൂഹമാധ്യമത്തിലൂടെ അഭിസംബോധന ചെയ്തിരിക്കുന്നു. ശേഷം മറൈൻ ഡ്രൈവിലെത്തി ധീവരസഭയുടെ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു. കേരളത്തിന്റെ പേര് കേരളം എന്നാക്കി മാറ്റിയത് NDAയുടെ കാലത്താണ് എന്ന് പ്രധാനമന്ത്രി ധീവരസഭയുടെ പരിപാടിയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് വ്യക്തമാക്കി. കേരളം എന്നാക്കി മാറ്റിയത് NDA സർക്കാരിന്റെ കാലത്താണ്. കേരളത്തിന്റെ സംസ്കാരത്തിന് അനുയോജ്യമായ ഒരു പേര് നിലവിൽ കേരളത്തിന് സ്വന്തമായിരിക്കുന്നു. ആ അഭിമാന നേട്ടത്തിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു. മലയാളത്തിലാണ് അഭിസംബോധന ചെയ്തു തുടങ്ങിയത്. എന്റെ പ്രിയ സുഹൃത്തുക്കളെ എന്ന ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം മലയാളത്തിൽ അഭിസംബോധന ചെയ്യുന്നുമുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം ധീവരസഭയുടെ പരിപാടി പൂർത്തിയാക്കി. ധീവരസഭ കേരളത്തിനും രാജ്യത്തിനും നൽകിയ സംഭാവനകളെ അദ്ദേഹം എടുത്തു പറഞ്ഞു. പണ്ഡിറ്റ് കറുപ്പനെ അദ്ദേഹം അനുസ്മരിച്ചു. ആ പരിപാടി പൂർത്തിയാക്കി കേരളത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് കലൂരിൽ നിന്ന് റോഡ് ഷോയായി കലൂരിലേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങളാണിപ്പോൾ കാണാൻ കഴിയുന്നത്. കേരളമെമ്പാടുമുള്ള NDAയുടെ പ്രവർത്തകർ അവിടേക്ക് എത്തിയിട്ടുണ്ട്. NDAയുടെ പ്രചാരണ പരിപാടികൾക്കും പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 100 കണക്കിന് പ്രവർത്തകരെ നമുക്ക് അവിടെ കാണാൻ കഴിയും. കൊച്ചി നഗരം യഥാർത്ഥത്തിൽ നിശ്ചലമായിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടതുണ്ട്. വലിയ ഗതാഗത ക്രമീകരണങ്ങളുണ്ട്. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച ഷൊർണൂർ ജംഗ്ഷൻ, കുറ്റിപ്പുറം, ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനുകളുടെയും ഷൊർണൂർ നിലമ്പൂർ റോഡ് റെയിൽവേ ലൈൻ വൈദ്യുതി പദ്ധതിയുടെയും ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും. പാലക്കാട് പൊള്ളാച്ചി റൂട്ടിലെ പുതിയ ട്രെയിൻ സർവീസിന് ഫ്ളാഗ് ഓഫും നടക്കും. വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനമടക്കം നിർവഹിച്ചതിന് ശേഷമായിരിക്കും NDAയുടെ പ്രചാരണ പരിപാടികൾക്ക് അദ്ദേഹം തുടക്കമിടുക എന്നതും ശ്രദ്ധേയമാണ്. കേരളത്തിന് NDAയുടെ വികസന പദ്ധതികൾ, NDAയുടെ രാഷ്ട്രീയ പദ്ധതികൾ എല്ലാം ഗുണകരമായി ഭവിക്കുമെന്നുള്ളതാണ് അദ്ദേഹം കേരളത്തിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപ് തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് പ്രഖ്യാപിച്ചത്. തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുക്കാനെത്തിയ NDAയുടെ പ്രവർത്തകരുടെ ബാഹുല്യമാണ് പ്രേക്ഷകർക്ക് സ്ക്രീനിലൂടെ കാണാൻ കഴിയുന്നത്. പ്രധാനമന്ത്രി അല്പസമയം മുമ്പാണ് കലൂരിലേക്ക് എത്തിയത്. വലിയ രാഷ്ട്രീയ വിവാദമാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കേരളത്തിലുണ്ടായിരിക്കുന്നത്. NH-66ന്റെ ഉദ്ഘാടനത്തിൽ കേരള സർക്കാരിനെ അപമാനിച്ചു, കേരളത്തെ അപമാനിച്ചു എന്നുള്ളതാണ് വലിയ തോതിലുള്ള രാഷ്ട്രീയ പ്രചാരണത്തിന് കാരണമായി മാറിയിരിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതിൽ പ്രതിഷേധിച്ച് മുഖ്യമന്ത്രി അടക്കമുള്ളവർ പരിപാടി ബഹിഷ്കരിക്കുന്നതിലേക്ക് എത്തുകയും ചെയ്തു. അപ്രതീക്ഷിതമായിരുന്നു. ഇതൊരു രാഷ്ട്രീയ പരിപാടിയല്ല എന്നത് ഏറ്റവും പ്രധാനമായും ഓർക്കേണ്ടതാണ്. കേരളത്തിന്റെ ചിരകാല സ്വപ്നമായ ദേശീയപാത പൂർത്തീകരിക്കുമ്പോൾ കേരള സർക്കാരിന്റെയും കേരളത്തിന്റെയും അതിലേക്കുള്ള സംഭാവനകളെ ഒഴിവാക്കി കാണാൻ കഴിയുന്നതല്ല എന്നത് വ്യക്തവുമാണ്. പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ പക്ഷേ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് അവസരമുണ്ടായിരുന്നില്ല എന്നുള്ളത് വലിയ തോതിലുള്ള രാഷ്ട്രീയ പ്രതിഷേധങ്ങൾക്കാണ് കാരണമായിരിക്കുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ആ ചടങ്ങ് ബഹിഷ്കരിക്കുകയും സമാന്തര റോഡ് ഷോയും റീച്ച് ഉദ്ഘാടനവും അടക്കം സംഘടിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതും പ്രധാനമാണ്. മന്ത്രി മുഹമ്മദ് റിയാസ് വെങ്ങളയിൽ റോഡ് ഷോ നടത്തുകയും വലിയ ജനപങ്കാളിത്തം അതിലുണ്ടാവുകയും ചെയ്തു. ഏറ്റവും ചുരുങ്ങിയ സമയത്തിനിടയിൽ തന്നെ ക്രമീകരിച്ചതാണെങ്കിലും ഇടത് പ്രവർത്തകരുടെ വലിയ ബാഹുല്യം റോഡ് ഷോയിലടക്കം കാണാനും കഴിഞ്ഞു. ഇതൊരു വലിയ പ്രതിഷേധമായി തന്നെ രേഖപ്പെടുത്തുക എന്നുള്ള രാഷ്ട്രീയ ദൗത്യമാണ് ഇടത് പ്രവർത്തകർ ഏറ്റെടുക്കുകയും റോഡ് ഷോ ആയി കാണുകയും ചെയ്തത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മന്ത്രി മുഹമ്മദ് റിയാസ് സ്ക്രീനിന്റെ വലതുവശത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മന്ത്രി മുഹമ്മദ് റിയാസ് അവിടെ റോഡ് ഷോ നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ, ധാരാളം വാഹനങ്ങൾ, അതിനെ ഇരുചക്ര വാഹനങ്ങളടക്കം അതിന് അകമ്പടി സേവിക്കുന്നുമുണ്ട്. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ഇപ്പോൾ നമുക്ക് ഫുൾ സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ട്.
കലൂരിലാണ് റോഡ് ഷോ സംഘടിപ്പിച്ചിരിക്കുന്നത്. കലൂരിലേക്ക് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹവും പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടിയുള്ള വാഹനവ്യൂഹം കടന്നെത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി അവിടെ സജ്ജീകരിച്ചിരിക്കുന്ന സ്റ്റേഡിയത്തിൽ കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനത്തിലേക്ക് കടക്കുകയും ചെയ്യും.